ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിഷയം അങ്ങ് നിർത്തിയേക്കാം, ഇനി വേണ്ട. ഇനി നിർത്തിയേക്കാം മീൻസ് എന്തെങ്കിലും കാര്യം അതുപോലുള്ള ഒരു കാരണം കിട്ടിയാൽ ചെയ്യാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്ന് വിചാരിക്കുമ്പോഴും ചില ആളുകൾ വളരെ മാന്യമായി ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ടിട്ടാണ് അവർ ചോദിക്കുന്നത് എന്നിരിക്കെ അതിന് മറുപടി കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. അങ്ങനെ പുതുതായിട്ട് വന്ന ഒരു കമൻ്റാണ് ജിസ്മിനി ജിസ് എന്ന് പറയുന്ന ഒരു അടിയിൽ നിന്ന് വന്നിട്ടുള്ള വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു കമൻറ്റ്. ഞാൻ ആ കമൻറ്റ് വായിക്കുന്നില്ല, മുഴുവൻ കുറേ ഉണ്ടത്. നിങ്ങൾക്ക് എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഇപ്പോൾ ചെയ്തേക്കുന്ന ലാസ്റ്റത്തെ വീഡിയോയിൽ നോക്കിയാൽ ആ കമൻറ്റ് കാണാം. അതിലെ ഒരു ത്രെഡ് എന്താണെന്ന് വെച്ചാൽ അവർ ചോദിച്ചേക്കുന്നത് ഈ ലോകത്തെ എത്രയോ സർക്കാർ ഉൾപ്പെടെ എത്രയോ ആളുകൾ വീട് വെച്ചു കൊടുത്തവർക്കും അങ്ങനെ ഇങ്ങനെയുള്ളവർക്കും ഒക്കെ പിന്നെയും സഹായം ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് അതിനെതിരെ സംസാരിക്കുന്നില്ല, ഈ ഒരു സ്ത്രീക്കെതിരെ മാത്രം എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. സർക്കാർ ഉൾപ്പെടെ പലരും ഇങ്ങനെ പല ആളുകളെ സഹായിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ ഒരു തെളിവ് എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, വ്യക്തമായ ഒരു ധാരണയുള്ള എനിക്കതിനെപ്പറ്റി അറിയുന്ന ഒരു കാര്യമാണെങ്കിൽ ആര് തന്നെ ചെയ്യുന്നതാണെങ്കിലും ഞാൻ സംസാരിക്കും. എനിക്കറിയാത്ത എന്തെങ്കിലും അറ്റവും മൂലയും മാത്രം കിട്ടുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഞാൻ സംസാരിക്കാറില്ല. ഈ പറയുന്നത് പോലെ മറ്റേ നമ്മുടെ വയനാട്ടിലെ ശ്രുതിക്ക് ജോലി കൊടുത്ത ആ ഒരു വിഷയത്തിൽ ഞാൻ സംസാരിച്ചതാണ്. ഇതേപോലെ ഇത് നീതിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ വ്യക്തമായി എനിക്ക് അറിവുള്ളതാണെങ്കിൽ ഞാൻ സംസാരിക്കും. അത് ഇന്നയാൾ ചെയ്തത് അല്ലെങ്കിൽ ഇന്നയാളുടെ എന്ന് കരുതിയിട്ട് ഞാൻ മാറ്റി വെക്കാറില്ല. പിന്നെയും താങ്കൾ ചോദിച്ചേക്കുന്ന മെയിൻ ഒരു കാര്യം, മിനിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് താങ്കൾ ചോദിച്ചിട്ടുണ്ട്. ഈ നിഷ്കുജയ്ക്കെതിരെ വീഡിയോ ചെയ്യുന്ന മിനി എന്തുകൊണ്ട് ജിനുവിനെതിരെ വീഡിയോ ചെയ്യുന്നില്ല? അതായത് നിഷ്കുജിക്കെതിരെ ഇത്രയും സംസാരിക്കുന്ന ഞാൻ എന്തുകൊണ്ട് അവരുടെ മുൻ ഭർത്താവിന് എഗെയിൻസ്റ്റ് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് പറയാനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ, ഈ മുൻ ഭർത്താവ് എന്ന് പറയുന്ന ആള് ഒരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോഷ്യൽ മീഡിയയ്ക്ക് മൊത്തം അപമാനവും നാണക്കേടും എല്ലാവരെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരാളെ പറ്റിയിട്ട് നമ്മൾ ഫുള്ള് നെഗറ്റീവ് പറയുമ്പം അയാളിലുള്ള പോസിറ്റീവ് സൈഡും കൂടെ നമ്മൾ പറയണം അല്ലേ? ഈ സ്ത്രീയെ പറ്റിയിട്ട് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഇവരെ കണ്ട അന്ന് തൊട്ട് ഇവർ ലഹളയുണ്ടാക്കി യൂട്യൂബിൽ വന്ന ഒരു സ്ത്രീയാണ്. ഈ ഹസ്ബൻഡിനെതിരെ വീഡിയോ ചെയ്ത് പോപ്പുലറായി ഇങ്ങനെ ഈ കൊച്ചിനെയും പുറകെ കൊണ്ട് നടന്ന് ഇയാളുടെ വീട് തേടിപ്പോയി ഇയാളുടെ ഇപ്പോഴത്തെ വൈഫിനെയും കാണിച്ച് ഹസ്ബൻഡിനെയും കാണിച്ച് അങ്ങനെ ലഹളയുണ്ടാക്കി അയാളെ അപമാനിച്ച് ആ ക്യാഷും കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവർ. അപ്പോൾ അയാൾ നല്ലവരാണ്, അയാൾ ചെയ്തതൊക്കെ തെറ്റല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. തീർച്ചയായിട്ടും തെറ്റാണ്. അതിൽ തെറ്റ് എന്നും പറയാം, ശരി എന്നും പറയാം. അതെന്താണെന്ന് വെച്ചാൽ, ഇയാൾ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ഈ കുട്ടിക്ക് ചിലവിന് കൊടുക്കാത്തത് മാത്രമാണ് ഇയാൾ ചെയ്ത തെറ്റ്. ഇയാൾ ചെയ്ത ശരി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സ്ത്രീയെ ഇയാൾ വിട്ടുകളഞ്ഞത്, ഇയാളുടെ കാര്യം നോക്കിപ്പോയത് ഒരിക്കലും തെറ്റ് എന്ന് ഞാൻ പറയില്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് സ്വന്തം ലൈഫ് തിരഞ്ഞെടുക്കാൻ. ഒട്ടും അംഗീകരിക്കാത്ത ഒരു വ്യക്തിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കണം എന്ന് പറയാൻ ആർക്ക് റൈറ്റ് ഇല്ല. അവരവരുടെ ജീവിതം നോക്കി പോകാനായിട്ട് എല്ലാ സ്വാതന്ത്ര്യവും എല്ലാവർക്കുമുണ്ട്. അവിടെ ഇവരെ ഉപേക്ഷിച്ച് പോയതിൽ എനിക്ക് ഒരു അതിശയോക്തിയുമില്ല. കാര്യം എത്രയധികം ചങ്ക് പറിച്ചു കൊടുത്ത് അങ്ങോട്ട് സ്നേഹിക്കുന്നവരെയും പുറം കാലം കൊണ്ട് ചവിട്ടി എറിയുന്ന സ്ത്രീ. നാളിതുവരെ ഇപ്പോൾ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന ഞാൻ ആ പറഞ്ഞ ഒരു അനു എന്ന് പറയുന്ന ലേഡി വരെയുള്ള, അത് കഴിഞ്ഞ ആരാ എനിക്കറിയില്ല, അത്രയും സഹായിച്ചിട്ടുള്ള ആളുകളെ മുഴുവൻ ഇതുപോലെ ഉപദ്രവിച്ച സ്ത്രീ, അവരെല്ലാം ഈ സ്ത്രീക്കെതിരെ ഇത്രയധികം ഇഷ്ടക്കേടോടെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ കയ്യിലിരിപ്പ് അങ്ങനെ അത്രത്തോളം തരം താഴ്ന്നതായതുകൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള സ്ത്രീയുടെ കൂടെ ഒരു പുരുഷൻ ജീവിക്കണം, ജീവിതകാലം മുഴുവൻ അവരെ ചുമക്കണം, സഹിക്കണം എന്ന് പറയുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. പിന്നെ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത വേറൊരു കാര്യം, ഈ കുട്ടിയുടെ കാര്യം നോക്കാത്തത് തന്നെയാണ്. നമുക്ക് പബ്ലിക്കിന് അറിയുന്ന കാര്യങ്ങൾ മാത്രമാണോ അതിൻ്റെ പിന്നിലുള്ളത് എന്ന് നമുക്കറിയില്ല. ഇയാൾ പറയുന്നുണ്ട് ചിലവിന് കൊടുക്കാനായിട്ട് തയ്യാറായിരുന്നു, പക്ഷേ ഇവർ ചോദിക്കുന്നത് വളരെ വലിയൊരു തുകയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ സ്ത്രീക്ക് ചിലവിന് കൊടുക്കണം, ഈ കുട്ടിക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. നിയമപരമായിട്ട് അതൊക്കെ കേസ് നടക്കുന്ന കാര്യമാണ്. നമ്മുടെ നിയമം എന്ത് നിഷ്കർഷിക്കുന്നോ അതനുസരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇനി അയാൾ കൊടുത്തില്ലെങ്കിൽ അത് മേടിച്ചെടുക്കാൻ നിയമപരമായിട്ട് പോവുക എന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ വന്ന് നാഴേക്ക് 40 വട്ടം ഇയാളെ
കുറ്റം പറഞ്ഞതുകൊണ്ടോ ഇയാളുടെ പിന്നാലെ ചെന്ന് 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 ഇയാളുടെ വായിലിരിക്കുന്ന മേടിച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിട്ട് അത് വിറ്റ് കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇവരെ സഹായിച്ച എല്ലാ ആളുകളെ പറ്റിയിട്ടും അവിഹിതം പറഞ്ഞിട്ടോ മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ നിഷ്കുജ എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ ചോദിച്ച കാര്യം, ഞാൻ അയാളെ എന്തുകൊണ്ട് കുറ്റം പറയുന്നില്ല എന്നുള്ളതിന് മറുപടി ഇതാണ്. അയാൾ ഇതുപോലൊരു പബ്ലിക് ഇഷ്യൂ അല്ല. അയാൾ കാരണം ഒരുപാട് സ്ത്രീകൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചാകുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നില്ല. അയാൾ കാരണം ഇവിടെ സോഷ്യൽ മീഡിയയിൽ വേറെ ആർക്കും ഒരു പ്രശ്നവുമില്ല. ബാധിക്കപ്പെട്ടത് ഈ കുട്ടിക്കാണ്. അത് സത്യമായ കാര്യം തന്നെയാണ്. അതിലും പോയിട്ട് ഇടപെട്ടിട്ട് നമുക്ക് അയാളോട് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന ആർക്കും അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അയാളോട് ചെയ്യേണ്ടതും, അയാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അയാൾ അർഹിക്കുന്നതിനെ കഴിഞ്ഞ് 100 ഇരട്ടി ശിക്ഷ ഈ സ്ത്രീ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നാണം കെടുത്തി അയാളെ എവിടെ തിരിഞ്ഞാലും അയാളെ അപമാനിക്കാൻ തക്ക രീതിയിലുള്ള ശിക്ഷ ഈ നിഷ്കുജ എന്ന് പറയുന്ന ഈ സ്ത്രീ കൊടുത്തു കഴിഞ്ഞു. ഇവർക്ക് കിട്ടിയാൽ കിട്ടി, കിട്ടിയാൽ മേടിക്കുക എന്നുള്ള ഒരു കാര്യം ഒഴിച്ച് ഒരു കാര്യത്തിനും ഇവർ അർഹയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് വേറെ സ്ത്രീകളൊന്നുമില്ലേ? ഈ ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന വേറെ സ്ത്രീകളൊന്നുമില്ലേ? എത്രയോ അമ്മമാരുണ്ട്. ഇതാ ഇപ്പം ഇന്നും ഇന്നലെയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു വിഷയമുണ്ട്. 2 പെൺകുട്ടികളെയും കൊണ്ട് ഒരമ്മ ഇപ്പം 4ാമത്തെ വാടക വീട്ടിലേക്കെങ്ങാണ്ടാണ് ഓടുന്നത്, ഹസ്ബൻഡിനെ പേടിച്ചിട്ട്. അവരുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഇയാളെ പേടിക്കാതെ ഒന്ന് ജീവിക്കാൻ സമ്മതിച്ചാൽ മതി. ഇയാളെ പേടിക്കാതെ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് സെക്ഷുവലി വരെ ആ കുട്ടികളെ ഉപദ്രവിക്കുന്നു എന്നാണ് ആ അമ്മ പറയുന്നത്. ഇയാളുടെ ഉപദ്രവം കാരണം അവർക്ക് എവിടെയും സ്വൈര്യമായിട്ട് അവരുടെ പെൺമക്കളെയും കൊണ്ട് ജീവിക്കാൻ പോലും പറ്റുന്നില്ല. അതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരു അമ്മ, ആ അമ്മയുടെ ആവശ്യം ഇയാൾ വന്ന് ഇതുപോലെ ഉപദ്രവിക്കരുത്, എവിടെയെങ്കിലും കുഞ്ഞുങ്ങളെയും കൊണ്ട് കൂലിപ്പണി ചെയ്തിട്ടാണല്ലോ അവർ ജീവിച്ചോളും, പക്ഷെ ഇയാളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നേ ആ അമ്മയ്ക്കുള്ളൂ. ഈ സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമല്ല. ഞാനിവിടെ അയാളെ ന്യായീകരിച്ചിട്ട് പറയല്ല, അയാൾ ചെയ്ത എല്ലാ കാര്യങ്ങളെയും ന്യായീകരിച്ച് സംസാരിക്കുകയല്ല, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞാൻ സംസാരിക്കുകയാണ്. ഇതിലുപരി ഒരുപാട് കഷ്ടതയും ദുഃഖവും പ്രയാസവും അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഈ ഒരു വിഷയം വിറ്റ് തിന്ന്, ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായതിനെ വിറ്റ് തിന്ന് നാളിതുവരെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവർ. ഇത്രയും കാലം ഇവരിതിനെ വിറ്റ് ഇവരെന്ത് ജോലി ചെയ്തിട്ടാണ് ജീവിച്ചിട്ടുള്ളത്? നല്ലൊരു ജോലി കൊടുത്തതും ഇവർ കൊണ്ടുപോയി കളഞ്ഞു. ഇവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം ഇപ്പം ഇവരുടെ വിൽപ്പന ചരക്ക് എന്ന് പറയുന്നത് ഇവരുടെ കുഞ്ഞ് തന്നെയാണ്. ആ കുഞ്ഞിനെ കാണിച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് നോക്കിക്കൂടെ, ഇയാൾക്ക് ഏറ്റെടുത്തുകൂടെ ഈ കുഞ്ഞിനെ എന്നൊക്കെ ചോദിക്കുന്നു. ഇവർ കൊടുക്കില്ലല്ലോ. ഇയാൾ ഈ കുട്ടിയെ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നുവല്ലോ, ഇവർ കൊടുക്കില്ല. ഇവർ ഈ കുട്ടിയെ കൊടുക്കില്ല. ഇവർക്കും ഈ കുട്ടിക്കുമുള്ള നല്ലൊരു തുക അയാൾ കൊടുക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതിന് അയാൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് എങ്ങനെ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും ആ രീതിയിൽ പോവുക, അത് മാത്രമേ നടക്കൂ. അല്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടി എന്താ നാട്ടുകാരുടെ ബാധ്യതയാണോ? പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ സ്ത്രീക്ക് ഇതൊന്നും ചോദിക്കാനുള്ള യാതൊരു റൈറ്റും ഇല്ല. കാര്യം എന്താ വെച്ചാൽ ചെറിയ പ്രായത്തിൽ അയാളുടെ 22 വയസ്സെങ്ങാണ്ടുള്ളപ്പം അയാളുടെ പുറകെ നടന്ന് ഈ സ്ത്രീ ശല്യം ചെയ്ത് അയാളെ വലയിൽ വീഴ്ത്തിയതാണെന്ന് ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട്. ഒരുപാട് തവണ പിന്മാറിയ അയാളെ വലയിൽ വീഴ്ത്തിയതാണ്. അപ്പോൾ ചോദിക്കും അയാൾക്ക് ബോധമില്ലേ എന്ന് ചോദിക്കും. ശരിയാണ്, അയാൾക്കും അബദ്ധം പറ്റി. അങ്ങനെ ഈ സ്ത്രീയുടെ വലയിൽ വീണ് കല്യാണത്തിന് മുമ്പുണ്ടായ കുട്ടിയാണിത്, അവിഹിതത്തിലുണ്ടായ കുട്ടിയാണ് ഇത്, അല്ലേ? അപ്പോൾ അതിനൊക്കെ ഈ സ്ത്രീക്ക് ധൈര്യമുണ്ടായിരുന്നു. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പുരുഷൻ്റെ കൂടെ ഹോട്ടൽ റൂം വഴി പോകാനും ഇയാളെ വേറെ വീട്ടിൽ പോയി ഇയാളുടെ ഒപ്പം താമസിക്കാനും പാടില്ലാത്ത റിലേഷനിൽ പെടാനും ഒക്കെ ഇവർക്കറിയാം. ആ ഒരു ബന്ധത്തിൽ പെടുമ്പോൾ ഇവർക്കറിയില്ലേ കുഞ്ഞുണ്ടാവുമെന്ന്? ആ കുഞ്ഞുണ്ടായാൽ ഞാൻ നോക്കണം എന്നറിയില്ലേ? അഥവാ ഇയാൾ എങ്ങനെയുള്ള ആളാണെന്നറിയില്ല, ഇയാൾ ഇട്ടിട്ട് പോയാൽ ഞാൻ തന്നെ ഇതിനെ നോക്കേണ്ടി വരും എന്ന് ഈ സ്ത്രീക്ക് അറിയില്ലേ? അപ്പോൾ ആ സമയത്തൊന്നും ആരുടെ അഡ്വൈസ് ആവശ്യമുണ്ടായിരുന്നില്ല. നാട്ടുകാരും വീട്ടുകാരും ഒന്നും വേണ്ടായിരുന്നു. എല്ലാം തന്നെ ചെയ്യാനും ഒക്കെ ഈ സ്ത്രീക്ക് അറിയാം. അങ്ങനെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അവിഹിതത്തിൽ തന്നെ ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാനും ഈ സ്ത്രീക്ക് അറിയാം, അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇട്ടിട്ട് പോകുമ്പോൾ ഇത് നാട്ടുകാരുടെ ബാധ്യതയാണോ? വന്ന് ഇവർ അട്ടഹസിക്കുന്നതും അങ്ങോട്ട് അല്ലാണ്ട് ആർജവത്തിൽ പറയുന്നതും കേട്ടാൽ ഇതെല്ലാം നാട്ടുകാർ കൂടി ചെയ്തു വെച്ച തെറ്റാണെന്ന് തോന്നുമല്ലോ. സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടായി, ആരുടെയെങ്കിലും കൂടെ കല്യാണത്തിന് മുമ്പ് പോയിട്ട് ഒരു കുഞ്ഞുണ്ടായി എന്നുണ്ടെങ്കിൽ അയാൾ ഉപേക്ഷിച്ച് പോയാലും ആ കുഞ്ഞിനെ നോക്കാനുള്ള ബാധ്യത അവർക്ക് തന്നെയാണ്, അല്ലാതെ വേറെ നാട്ടുകാർക്കല്ല അതിൻ്റെ ബാധ്യത. അന്നു തൊട്ട് ഉപേക്ഷിക്കുന്നവരെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു പ്രശ്നമില്ല. ഇയാൾ ഈ ലോഡെല്ലാം താങ്ങി ഇയാൾ ജീവിതകാലം മുഴുവൻ ജീവിച്ചെങ്കിൽ ഒരു പ്രശ്നമില്ല. അയാൾ ഇട്ടിട്ട് പോയപ്പം തുടങ്ങിയ പ്രശ്നമാണ്.
അത് കഴിഞ്ഞ് എത്ര ആളുകൾ ഇവരെ ഏറ്റെടുത്തു? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി. എത്ര ആളുകൾ, എത്ര സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി കിട്ടിയിട്ടുണ്ട്? പബ്ലിക് ഇങ്ങനെ അകമഴിഞ്ഞ് സഹായിച്ച വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയെ നിങ്ങൾക്ക് പറയാവോ? എത്ര സ്ത്രീകൾ ഇവരെ സഹായിച്ചു, ഇവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. ആ സ്ത്രീകളെല്ലാമാണ് ഇവർക്കെതിരെ ഇപ്പോൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ ഇവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് ഇങ്ങനെ ഈ സ്ത്രീ വലിച്ചു കീറപ്പെടുന്നത്, സമൂഹത്തിൽ എല്ലാവരും ക്രിറ്റിസൈസ് ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴും ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് വീട് എന്ന് പറയുന്നു. ആ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ സ്ത്രീക്ക് ലാവിഷ് കാണിക്കാനും ആർഭാടം കാണിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ആ വീട്. അല്ലാതെ ആ കുഞ്ഞിന് വേണ്ടിയിട്ടൊന്നുമല്ല. ആ സ്ത്രീക്ക് ഇപ്പം ജീവിക്കണമെങ്കിൽ ഈ കുഞ്ഞിനെ കണ്ടന്റ് ആക്കണം. ഈ കുഞ്ഞിനോട് ഒരു സ്നേഹവുമില്ലാത്ത ഒരു സ്ത്രീയാണത്. അവർ തന്നെ പറയുന്നുണ്ട്, ഈ കുഞ്ഞുണ്ടായപ്പോൾ ഇത് 6ാം മാസത്തിലെന്തോ ഉണ്ടായ കുട്ടിയാണ്. കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് NICUവിലായിരിക്കുമ്പോൾ ഈ കുഞ്ഞിന് ചൂട് കൊടുക്കാൻ വേണ്ടി പേരൻസിന് അമ്മമാരെ കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടുണ്ട്. അതും നമ്മൾ അത്രയും നോക്കി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം, ഒരു 20 മിനിറ്റോ 30 മിനിറ്റോ ഒക്കെയാണ് നമുക്ക് കുഞ്ഞുങ്ങളെ കാണാൻ കിട്ടൂ. NICUവിൽ കിടക്കുന്ന കുട്ടികളെ കാണാൻ കിട്ടും. ആ സമയം എന്ന് പറയുന്ന സാധാരണ അമ്മമാർക്ക് ഇതൊന്ന് അവസാനിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയമായിരിക്കാം. കാര്യം നമ്മൾക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞിനെ നമുക്കൊരു ദിവസം കാണാൻ കിട്ടുക ഈ പറയുന്ന 20 അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ആയിരിക്കും. ആ സമയത്ത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ അവർക്ക് ചൂട് പകർന്നു കൊടുക്കണം. അങ്ങനെ ഒരു സംഭവമാണുള്ളത്. അപ്പോൾ ഈ സ്ത്രീ മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അങ്ങനെ ചൂട് പകർന്നു കൊടുക്കാനായിട്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് വിളിക്കുമ്പോൾ പോലും ഈ കുഞ്ഞിൻ്റെ അടുത്തിരിക്കാൻ ഇവർക്ക് ഇഷ്ടമല്ലാത്ര. ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ 20 മിനിറ്റ് 30 മിനിറ്റ് ഒന്ന് കഴിഞ്ഞു പോയാൽ മതി, എന്നിട്ട് ഈ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഓടിയാൽ മതി എന്ന്. സ്ത്രീയായി ഇതെന്തൊരു സ്ത്രീയായത്? ഇവരുടെ ചിന്തയും വിചാരങ്ങളും എന്താണ്? ഏതൊരു അമ്മയ്ക്ക് അങ്ങനെ പറ്റും? ആകെ കൂടെ കിട്ടുന്ന ആ മിനിറ്റ് നമ്മളൊക്കെ ആണെങ്കിൽ ചിന്തിക്കൂ, ഈ സമയം കഴിഞ്ഞു പോകരുതേ, കുറച്ച് സമയം കൂടെ സ്വന്തം കുഞ്ഞിന് ചൂട് പകർന്നു കൊടുത്തുകൊണ്ട് അവിടെ ഇരിക്കാനല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുക. ഈ സ്ത്രീയുടെ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഇവർക്ക് അങ്ങനെ ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. കാര്യം ആ സമയം ഹസ്ബൻഡിൻ്റെ അടുത്തിരിക്കണം. ഈ കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കാൻ കിട്ടുന്ന ഈ 30 മിനിറ്റ് പോലും ഇവർ ഇരിക്കില്ലായിരുന്നു, ഇഷ്ടമല്ലായിരുന്നു, ഈ കുഞ്ഞിനെ സ്നേഹിച്ചിട്ടില്ലായിരുന്നു എന്ന് ഇവർ തന്നെ ഇവരുടെ നാവ് കൊണ്ട് പറയുന്നുണ്ട്. ഇയാളെയായിരുന്നു ഇത്രയും സ്നേഹിച്ചിരുന്നത്. ഒരു പെറ്റമ്മയ്ക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുക? അവർ ആ ഇൻ്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ കുട്ടിയെ സ്നേഹിച്ചിട്ടേ ഇല്ലെന്ന് ഇവർ. ഏത് സമയവും ഇയാളുടെ പുറകെ ആയിരുന്നു. ഇയാൾ പലപ്പോഴും ചോദിക്കുമായിരുന്നു, ഇത്ര ഈ കിണുച്ച എന്നും പറഞ്ഞിട്ട് എന്തിനാണ് നീ ഇങ്ങനെ പുറകെ നടക്കുന്നത്? നീ നിൻ്റെ മകളെ കുഞ്ഞിനെ ശ്രദ്ധിക്കൂ എന്ന് പറയുമായിരുന്നു. ഒരമ്മയോട് കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ ഒരച്ഛൻ പറഞ്ഞു കൊടുക്കണോ? സാധാരണ വീടുകളിൽ ഇപ്പോൾ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് നിനക്കെന്നോട് സ്നേഹമില്ല എന്ന പരാതിയാണ് ഉണ്ടാവുക. ഇവിടെ നേരെ തിരിച്ചാണ്. ഇത്രയും 6ാം മാസത്തിൽ ജനിച്ച കുട്ടി, അതിന് ഒരുപാട് കെയർ ആവശ്യമാണ്. അതുപോലും കൊടുക്കാതെ ഈ സ്ത്രീ ഇയാളുടെ പുറകെയാണ് നടക്കുന്നത്. അയാൾ മടുത്തിട്ടുണ്ടാവൂന്നേ. ആണുങ്ങൾക്ക് അതൊന്നും ഇഷ്ടാവില്ല. കാര്യം ഒരു പരിധി കൂടുതൽ അവരെ അങ്ങോട്ട് കയറിയിട്ട് ഇറുക്കി പിടിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും അവരെ വല്ലാണ്ട് വീർപ്പ് മുട്ടിക്കുന്നതൊന്നും ആണുങ്ങൾക്കെന്നല്ല പെണ്ണുങ്ങൾക്കും ഇഷ്ടപ്പെടില്ല. എങ്ങനെ സഹിക്കാൻ പറ്റുക? അത് ഇവർ തന്നെ പറഞ്ഞ കാര്യമാണ്. കുഞ്ഞിനെ അത് കഴിഞ്ഞിട്ട് ഇയാൾ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാണ് കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങിയത് എന്ന്. ഒരമ്മയ്ക്ക് എങ്ങനെയാണ് അങ്ങനെ പറ്റുക? അപ്പോൾ ഇവർക്കുള്ളത് യഥാർത്ഥ സ്നേഹമാണോ? ഇവർക്കുള്ളത് സ്നേഹമേ അല്ല, വെറും പ്രകടനം മാത്രമാണ്. അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് വീട് വെച്ചു കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയാണ്. അത് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടെ വാല്യൂ ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. യാതൊരു രീതിയിലും ഒരു പരിഗണനയ്ക്ക് അർഹയല്ലാത്ത ഒരു സ്ത്രീയാണ് ഇവരെന്ന് എത്രയൊക്കെ എന്നെ ബോധവൽക്കരിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും ഞാൻ പറയും. കാര്യം അതാണ് സത്യം. സ്വന്തം കുഞ്ഞിനോട് സ്നേഹമില്ല, കുഞ്ഞിൻ്റെ അടുത്തൊന്നും ഇരിക്കാൻ ഇഷ്ടമില്ല, സ്വന്തം കുഞ്ഞിനെ സ്നേഹിച്ചിരുന്നില്ല എന്ന് സ്വന്തം വാഗൊണ്ട് പറയുന്ന സ്ത്രീ. എപ്പോഴും ഹസ്ബൻഡിൻ്റെ പുറകെ ആയിരുന്നു, കുഞ്ഞിനെ പോലും ഇഷ്ടപ്പെടാൻ സമയമുണ്ടായിരുന്നില്ല, ഹസ്ബൻഡിൻ്റെ പുറകെ ആയിരുന്നു എന്ന് വിളിച്ചു പറയുന്ന സ്ത്രീ. അതേപോലെ അവർ ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇയാൾ നിൻ്റെ നാവൊന്ന് അടക്കി വെക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇവർ കത്രിക എടുത്തിട്ട് ഇവരുടെ നാവ് കണ്ടിച്ചു അത്രേ. നാവ് മുറിഞ്ഞ് ഒരുപാട് ചോര വന്നു. ഇയാൾ വന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇവർ നാവ് മുറിച്ച് കളഞ്ഞേനെ. അത് എന്തൊരു തരം മാനസിക വൈകല്യമാണത്? നിങ്ങളെ കൊണ്ട് പറ്റുമോ അങ്ങനെ? നമ്മളെ കൊണ്ട് പറ്റുമോ? നീ ഒന്ന് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നിൻ്റെ നാവൊന്ന് അടക്കി വെച്ചാൽ ഞാൻ നിന്നെ സ്നേഹിച്ചേനെ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ നാവ് കണ്ടിച്ചു കളയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവുമോ? അപ്പോൾ ഇവരൊരു വല്ലാത്ത സ്വഭാവ വൈകൃതത്തിന് അടിമയാണ്.
അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് ആരും ചേരില്ല. ഇവർ മനുഷ്യരുടെ കണ്ണിൽ പൊടിയിട്ട് ഇങ്ങനെ കൈ നീട്ടി എല്ലാവരോടും ഓരോ ദിവസവും യാചിച്ച് മേടിച്ച് ജീവിച്ചു പഠിച്ചു പോയ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ യാചന ഒരിക്കലും നിൽക്കില്ല. പിന്നെയും ഈ ഒരു കുഞ്ഞ് സമൂഹത്തിൻ്റെ ഇതല്ലേ, സമൂഹം ചെയ്യണ്ടേ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇതിലുപരി ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട്. ഇതിനെന്താണ് കുഴപ്പം? ഈ കുഞ്ഞിന് എന്ത് കുഴപ്പമെന്നാണ് പറയുന്നത്? ഇവർ ഏത് രീതിയിലാണ് അർഹയാകുന്നത്? ദൂർത്തടിക്കാനും ബീർ മേടിച്ചു കൊടുക്കാനും അതേപോലെയുള്ള ആർഭാടങ്ങൾക്ക് മനുഷ്യൻക്ക് കാശ് കൊടുക്കണം അല്ലേ? അതൊക്കെ കൊടുക്കുമ്പോൾ ചിന്തിക്കണം, അതിനൊക്കെ അർഹയായിട്ടുള്ള ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത അങ്ങനത്തെ കുഞ്ഞുങ്ങളുണ്ടെന്നേ ഈ ലോകത്ത്. ഈ ഒരു കുട്ടി എന്താ സ്പെഷ്യലാണോ? ഇവർക്ക് എത്ര കൊടുത്താലും തികയില്ലേ? വീണ്ടും 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 ഇതിന് കൊടുത്തുകൊണ്ടേയിരിക്കണോ? ഇതിനെന്താ പ്രത്യേകത? സാധാരണ കുട്ടികളിൽ നിന്ന് ഇതിനെന്താ പ്രത്യേകത? ഇതും ഒരു കുട്ടി തന്നെയല്ലേ? അർഹിക്കുന്നതേ ആർക്കാണെങ്കിലും കൊടുക്കാവൂ. അല്ലെങ്കിൽ ഈ കുട്ടി വളർന്നു വരുമ്പോൾ ഈ അമ്മയുടെ അപ്പുറത്തായിട്ട് വളരും. കാര്യം കണ്ടുവരുന്നത് മുഴുവൻ അമ്മയുടെ പ്രകടനവും ഇവര് ചതിച്ചും വഞ്ചിച്ചും മനുഷ്യരെ കബളിപ്പിച്ചും പണമുണ്ടാക്കുന്നതും സഹായിക്കുന്നവരെ കുതികാല് വെട്ടുന്നതും ഒക്കെയാണ് വളരുന്നത്. അപ്പൊ ബാക്കിയുള്ളവർ അതിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താലും എന്ത് തന്നെ തെറ്റ് ചെയ്താലും അതാണ് ശരി എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ആ കുഞ്ഞു വളരുമ്പോഴും അങ്ങനെ തന്നെ ആയി തീരുള്ളൂ. അതിന് ഒട്ടും യോഗ്യതയില്ലാന്ന് ഞാൻ എപ്പോഴും പറയും. ബിക്കോസ് ഇവർക്ക് ഇവരുടെ അമ്മയുടെ തറവാട്, അമ്മയുടെ വീട് ഇവർക്കുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാലോ. ആ കുഞ്ഞവിടെ പോയാലും അവിടെ നിന്ന് ഇറക്കി വിടില്ല. നല്ലൊരു വല്യമ്മയുണ്ട് ഇവർക്ക്. ആ രീതിയിൽ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇത് അർഹതയുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നിരിക്കെ ഇവർ യോഗ്യരല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ എന്ത് ചെയ്യണം എന്ന് അവർ തീരുമാനിക്കും, നമ്മൾ പറയേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ. ഓക്കെ, അത് ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ അന്തംസ് ഉണ്ടല്ലോ. അതേപോലെ ഇവർക്ക് എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ലാത്ത ആളുകളുണ്ടല്ലോ, അവർ കൊടുത്തോട്ടെ. എൻ്റെ വീഡിയോ കൊണ്ട് രക്ഷപ്പെട്ടാൽ ഞാൻ പറയില്ലേ മുമ്പേ ആ ഫ്രിഡ്ജ് വെച്ചിരുന്ന ക്യാഷ് എടുത്ത് കൊടുക്കാനിരുന്ന ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞു, അതുപോലെ കുറച്ച് പേരുണ്ട്. അതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് തെറ്റാണെന്ന് എനിക്ക് അന്നും ഇന്നും തോന്നുന്നില്ല. ഇവരിങ്ങനെ ഒരു സേവനത്തിന് അർഹയാണെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. അതിപ്പോൾ നിങ്ങൾ എത്ര തന്നെ എന്നെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചാലും എനിക്കതിനോട് എത്താൻ പറ്റില്ല. കാര്യം ഇതിൻ്റെ ഒരുപാട് താഴെ കിടക്കുന്ന ഒരുപാട് ആളുകളെ കാണുന്നതാണ് ഞാൻ. ഒരു നേരം ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത്ര താങ്ക്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കാണുന്നതാണ്. ആ സ്ഥാനത്ത് ബിയർ അടിച്ച് കുട്ടിക്ക് ബിയർ മേടിച്ച് കൊടുത്ത് ആർഭാടം കാണിച്ച് ഇതുപോലെ ഇതുവരെ മനുഷ്യനെ പറ്റിച്ച് മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് ഇങ്ങനെ പൊട്ടന്മാരായിട്ട് പൊതുജനം സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് എൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രതികരിക്കണം എന്ന് തോന്നും. ഞാൻ പ്രതികരിക്കും. അയാൾ ഒരു തവണ പബ്ലിക്കിൽ വന്ന് ഇവരെ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ അയാൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നിരന്തരം ഒരു പബ്ലിക് പ്രശ്നമല്ല അയാൾ ജീവിച്ചോട്ടെ. ഞങ്ങളുടെയൊക്കെ സംസാരം കേട്ടാൽ തോന്നും ഈ ലോകത്ത് ഹസ്ബൻഡ് ഉപേക്ഷിച്ച ഒരേ ഒരു സ്ത്രീ ഇവർ മാത്രമാണ് എന്ന് തോന്നും. എത്രയോ അമ്മമാരുണ്ടോ, എത്രയോ ആളുകളുണ്ട്. ഇതിലപ്പുറം ദുരിതം 3-4 കുട്ടികളുമായിട്ട് 1-2 കുട്ടികളുമായിട്ട് ഒക്കെ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന എത്രയോ അമ്മ തന്നെ പറഞ്ഞില്ലേ, എങ്ങനെയെങ്കിലും ഇയാളുടെ ഹസ്ബൻഡിൻ്റെ ഉപദ്രവം ഇല്ലാതിരുന്നാൽ മതി ജീവിച്ചോളാം എന്ന് വിചാരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊന്നുമില്ലാത്ത എന്ത് സ്പെഷ്യാലിറ്റിയാണ് നിങ്ങൾ ഇവരിൽ കാണുന്നത്? പിന്നെ ഇവർക്ക് തടിയോ? ഇവർക്ക് എങ്ങനെയാണ് തടി ഉണ്ടാവാതിരിക്കുക? നോർമലി ഇവർ തടിയുള്ള സ്ത്രീയാണ്. അതിൻ്റെ കൂടെ ദേഹം അനങ്ങാതെ വെറുതെ ഇരുന്ന് നല്ല ഫാറ്റുള്ള ഫുഡ് മാത്രം കഴിക്കുമ്പോൾ എങ്ങനെ ഇവർക്ക് തടി ഉണ്ടാകാതിരിക്കുക? പിന്നെ ഇവരുടെ രോഗം എന്താണ് നിങ്ങൾ പറയുന്ന രോഗം? കൊളസ്ട്രോൾ വേരിയേഷൻ മിക്കവാറും ഇന്നത്തെ കാലത്ത് മിക്കവാറും ആളുകളിൽ കണ്ടുവരാറുണ്ട്. പ്രഷർ മിക്കവാറും ആളുകൾക്ക് ഉണ്ടാവാറില്ലേ? കൊളസ്ട്രോളും പ്രഷറും ഒക്കെ കറക്റ്റായിട്ടായിരിക്കില്ല മിക്കവാറും ആളുകളിൽ ഉണ്ടാവുന്നത്. ഇതിനെയൊക്കെയാണോ രോഗം എന്ന് പറയുന്നത്? സാധാരണ ആളുകൾക്കുള്ളപ്പം ഇതേപോലെ അനങ്ങാതിരുന്ന ഫാറ്റി ഫുഡ് മാത്രം കഴിക്കുന്ന ഇവർക്ക് എങ്ങനെ ഉണ്ടാവാതിരിക്കും? ഇവരുടെ അസുഖം കുറയണമെങ്കിലും ഇവർ ജോലി ചെയ്യണം. എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ജീവിച്ചാൽ മാത്രമേ ഇവരുടെ ബോഡിക്കും ഒരു സുഖം, ഒരു ഹെൽത്ത് ഉണ്ടാവുള്ളൂ. ഇതൊന്നും കഴിയില്ല. എല്ലാ നാളും ഇപ്പം എത്ര വർഷമായി ഹസ്ബൻഡ് ഇട്ടിട്ട് പോയിട്ട് അന്ന് തൊട്ട് ഹസ്ബൻഡിനെ പറഞ്ഞും കൊച്ചിനെ കാണിച്ചും ജീവിക്കുന്ന ഒരു സ്ത്രീ, അന്ന് തൊട്ട് ജനങ്ങൾ ഈ ഒരു സിമ്പതിയുടെ പുറത്ത് ഇങ്ങനെ വീണ്ടും 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 എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീ. അവർക്ക് കൊടുത്തോട്ടെ, ഇതുപോലെ ബോധമില്ലാത്ത ആളുകൾ കൊടുത്തോട്ടെ. ബോധമുള്ള പാവങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പൈസ കൊടുക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിനിയും ഞാൻ അങ്ങനെ തന്നെ പറയൂ. എൻ്റെ അഭിപ്രായം അത് മാത്രമായിരിക്കും.
താങ്കൾ വളരെ മാന്യമായിട്ടാണ് എന്നോട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കിതിനെ മാന്യമായിട്ട് തന്നെ മറുപടി തരണം എന്ന് തോന്നി. നാളിതുവരെ ചേർന്ന കൂട്ടത്തിൽ കൂടിയ ഒരാൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത, ഒരാൾ പോലും ഇവർ നല്ല ആളാണ് എന്ന് പറയാത്ത ഒരു സ്ത്രീയുടെ കൂടെ ഒരു പുരുഷൻ ജീവിക്കണം എന്നുള്ളത് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. എനിക്ക് അത് സ്ത്രീക്കാണേലും പുരുഷനാണേലും ഒരാൾ ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരെ ഉപേക്ഷിച്ചിട്ട് പോകാൻ, വേറൊരാളുടെ കൂടെ ജീവിക്കാനുള്ള അവകാശമൊക്കെയുണ്ട്. ഒരു കുഞ്ഞിനെ നോക്കുന്നില്ല എന്നുള്ളൊരു കാര്യം സത്യമാണ്. അത് എന്താണെന്ന് വെച്ചാൽ അത് നിയമപരമായിട്ട് പോകുന്ന കാര്യമാണ്, അത് കിട്ടിക്കോട്ടെ. പിന്നെ കുഞ്ഞിനെ നോക്കേണ്ട കടമ ഇവർക്കുണ്ട്. അത് അയാൾ നോക്കാം എന്ന് പറഞ്ഞതായിട്ടാണ് എൻ്റെ അറിവ്. ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുള്ളത്. അത് ഇവർ കൊടുക്കില്ല എന്ന് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇയാൾക്ക് വലിയൊരു തുകയൊക്കെ ഇവർക്ക് വേണം എന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല. എന്താണ് കാര്യമെന്ന് നമുക്കറിയില്ല. എന്ത് തന്നെ ആയാലും ഇവരെ പോലെ ഒരു സോഷ്യൽ മീഡിയ ഇഷ്യൂ അല്ല, പബ്ലിക് ഇഷ്യൂ അല്ല അയാൾ. സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ കൂട്ടിയടിപ്പിക്കുന്ന ഒരാളല്ല അയാൾ കാരണം ഒരുപാട് സ്ത്രീകൾ കടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നില്ല, അടിപിടി കൂടുന്നില്ല, കടിപിടി കൂടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പം പിന്നെ അയാൾ എങ്ങനെ നമുക്ക് പ്രശ്നമാകും, സോഷ്യൽ മീഡിയക്ക് പ്രശ്നമാകും? പബ്ലിക്കിന് ഇഷ്യൂ ഇപ്പോൾ ഇവർ മാത്രമാണ്. ഇവർ കാരണം എന്തൊക്കെയാണ്, എത്ര ചാനലുകളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീകൾ തമ്മിൽ അടിപിടി ബഹളം കൂടുന്നത്? എന്തൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടാണ് ഇവരിപ്പം മിണ്ടാതെ പാവത്തെ പോലെ ഇരിക്കുന്നത്. ഇവർ മിണ്ടാതെ ഇവർ മിണ്ടാതെ വന്നിട്ട് വീഡിയോയിൽ വന്നിട്ട് ഭയങ്കര നല്ല പാവമായിട്ടിരുന്ന് സംസാരിക്കും. ഇവരിതിൻ്റെ ബാക്കിൽ കൂടി ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കും. പലരെയും അഴിച്ചു വിട്ട് മറ്റുള്ളവർക്ക് നേരെ ഇങ്ങനെ ആക്രമണം ഏർപ്പാട് ചെയ്തിട്ട് ഇവരിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കും. അതാണ് ഈ സ്ത്രീ. വളരെ ക്രൂക്കട്ട് മൈൻഡുള്ള ഒരു സ്ത്രീയാണ്. സോഷ്യൽ മീഡിയയ്ക്ക് ഇവർ എന്നും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.